Hello, good morning, welcome to my YouTube channel. അപ്പോൾ ഞാൻ ഇത്രയും ശബ്ദം കുറച്ച് സംസാരിക്കുന്ന വേറൊന്നുമല്ല, അപ്പുറത്തെ റൂമിൽ എല്ലാവരും ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉറക്കാൻ ഇപ്പം ഏകദേശം 6:45 അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് അവരെയും കൂടി ഉറക്കം കളയണ്ടല്ലോ കരുതിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് അമ്പലത്തിൽ പോവാം. അതായത് സാധാരണ നമ്മളെപ്പോഴും ഗുരുവായൂർ കുമ്മിയൂർ കേല പോവാറ്. അപ്പോൾ ഇവിടെ കോഴിക്കോടുള്ളൊരു അമ്പലത്തിലാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ അതിനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ലീവാണ്. അപ്പോൾ വേഗം അമ്പലത്തിലേക്ക് ഒന്ന് പോയി വരാം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അമ്പലം ഏതാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരട്ടെ. ഒരു അടിപൊളി അമ്പലമാണ്. ഈ വീഡിയോ കാണുന്നവരാരും അത് മിസ് ചെയ്യരുത് കേട്ടോ. കോഴിക്കോടുകാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മിസ് ചെയ്യരുത്. അങ്ങനത്തെ ഒരു അമ്പലം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടി അതിന് മാത്രം വലിയതൊന്നായിട്ടായിരിക്കില്ല, സിമ്പിളായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇൻട്രോ എടുത്ത് വെച്ചെന്നുള്ളൂ. അപ്പം എന്താണ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അപ്പം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു നോക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഈ കുളിച്ച് റെഡിയൊക്കെ ആയി വന്നു, ഡ്രസ്സ് മാറ്റി. ഇനി എൻ്റെ എന്താ പറയുക, മുടി ഞാൻ ഇങ്ങനൊരു ടീഷർട്ട് വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ പോയി നല്ല കാളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കരുത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മുടെ ഹോസ്റ്റലിലുള്ള സൗകര്യം വെച്ചിട്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ചെയ്ത് തുടങ്ങാം. കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഫുൾ എന്നെക്കാളും കൂടുതൽ അപ്പുറത്ത് പണി നടക്കണതിൻ്റെ ശബ്ദമാണെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഫേസ് ടോണറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് വിറ്റാമിൻ സി മോംകോമിൻ്റെ ഫേസ് ടോണറാണ്. അടിപൊളിയായിട്ടുള്ളൊരു ടോണറാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേന്ന് ഫ്രീ കിട്ടിയത് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ളതിൻ്റെ കമൻസ് ഞാൻ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ടോണർ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കോട്ടൺ വെച്ചിട്ടൊന്നുമല്ല കേട്ടോ, എൻ്റെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ 2 കയ്യിൽ സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഈ റൂമിൽ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായി വീശി കൊടുത്തിട്ടാണ് അതൊന്ന് ഉണക്കിയെടുത്തത്. എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് ടോണറാണ്. ഇപ്പോൾ ഞാനിങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ടോണർ ഞാൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാര്യമായിട്ട് വീഡിയോയിൽ എന്തോ പറയുന്നുണ്ട്, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എന്നേക്കാളും കൂടുതൽ അപ്പുറത്ത് പണിയെടുക്കണതിൻ്റെ ശബ്ദം. ഓക്കെ, അപ്പോൾ അത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ്, നമ്മുടെ മെയിൻ സാധനമാണ് സൺസ്ക്രീൻ. ഇപ്പോൾ സൺസ്ക്രീൻ ഇല്ലാതെ ഒന്നും അങ്ങനെ പുറത്തിറങ്ങി കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. കാരണം തിരിച്ചു വരുമ്പോൾ ഞാൻ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് നമ്മുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്കിലും ഫേസിലും നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വെയിലടിച്ച് കഴിഞ്ഞാൽ ഫുൾ ടാൻ വരും. എന്തിനാ വെറുതെ ടാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സൺസ്ക്രീൻ ഇതിൽ കുറച്ച് പിശുക്കാതെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ ആരും അറിയാതെ എൻ്റെ കയ്യിലും തേച്ച് വെച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. പിന്നെ സാധാരണ പോലെ ഇപ്പോൾ കോളേജിൽ പോകാനാണെങ്കിലും പുറത്ത് പോകാനാണെങ്കിലും എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ ഒരു കാജലെടുത്ത് കണ്ണിൻ്റെ മേലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്തിനാണെന്നറിയില്ല, കണ്ടപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ തോന്നി, അപ്ലൈ ചെയ്തു. പിന്നെ ഒരു ഐലൈനർ വെച്ചിട്ട് കണ്ണങ്ങോട്ട് വാലിട്ട് കൊടുക്കാന്ന് കരുതിട്ടോ. ഇതൊരു ഷുഗർ പോപ്പിന്റെ ഒരു ഐലൈനറാണ്. നല്ലൊരു ഐലൈനർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര ക്യൂട്ടാണ്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ വെള്ളം തട്ടി അങ്ങനെ പോവില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ എന്തോ പറയുന്നുണ്ട് ഞാൻ അവിടെ കിടന്നിട്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഞാൻ വാലൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് സെറ്റായിട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ണിന്റെ താഴത്തൊക്കെ എഴുതി ഫുൾ അങ്ങനെ ആയിരുന്നു. കുറച്ച് ഏകദേശം ഒരു കണ്ണാപ്പി പോലെ ആയിരുന്നു നടന്നിരുന്നത്. ഇപ്പൊ ഞാൻ കുറഞ്ഞപ്പോ താഴത്തേ എഴുതാറില്ല. കാരണം എനിക്ക് അങ്ങോട്ട് മുഖം ആകെ കറുത്തിരിക്കുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് എൻ്റെ എന്താ പറയാ പിള്ളേച്ചൻ്റെ ആകെ പിരികങ്ങോട്ട് വളർന്നത് ഒരു പിള്ളേച്ചൻ ലുക്കിലാണ്
ഇപ്പോഴും നിൽക്കുക. ഓക്കെ, അപ്പം ഞാൻ പണ്ടത്തെ ഒരു മസ്കാരയുടെ ആ ഒരു ടോപ്പ് എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു മസ്കാര ഇതായിരുന്നു മാർസിൻ്റെ ഇങ്ങോട്ടായിരുന്നു, അത് അപ്ലൈ ചെയ്തു. പിന്നെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് വെറുതെ വരച്ചു കൊടുക്കേണ്ട, ഒതുങ്ങിയൊന്നും ഇരിക്കാൻ പോകുന്നില്ല, എന്നാലും ഞാനൊരു വഴിക്ക് പോകുന്ന കരുതിയിട്ടൊന്ന് വരച്ചങ്ങോട്ട് കൊടുത്തു. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് ഇട്ടു, ഒരു ബ്രൗൺ ഷെയ്ഡും ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ, ഓർമ്മയില്ല. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, വോയിസ് ഓവർ എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല രസമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഒരു പൊട്ടും തൊട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ഫേസ് നമ്മൾ സെറ്റ് ചെയ്തു, നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു എൻ്റെ ഡെയിലി മേക്കപ്പ് റൂട്ടീൻ. ഇങ്ങനെ തന്നെയാണ് കേട്ടോ, വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും പ്രൊഡക്ട്സ് കുറച്ചാലേ ഉള്ളൂ. ഇപ്പം ഇതിൽ കൂടുതൽ ഞാൻ ചെയ്യാറില്ല, കാരണം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് കുരു വരാനില്ല. ഇപ്പം എവിടെ നിന്നൊക്കെയോ കുരു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ്. അമ്പലത്തിൽ പോകാൻ ഇതൊക്കെ ധാരാളം. ഇനി നമുക്ക് മുടി സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ വെള്ളം തലേന്ന് പോകാൻ വേണ്ടിയിട്ട് പഴയൊരു ടീഷർട്ട് എടുത്തിട്ടാണ് കേട്ടോ കെട്ടി വെച്ചത്. കാരണം എൻ്റെ കേൾ കുറച്ചും കൂടി ഇങ്ങനെ കറക്റ്റായിട്ട് വരണമെങ്കിൽ അങ്ങനെ കെട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. ടീഷർട്ടാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ എൻ്റെ കേൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. എനിക്കത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ കേൾ അങ്ങനെ വരില്ല, കുളിച്ചാൽ മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനായി. അപ്പം ഞാൻ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി, ഓൾറെഡി എൻ്റെ പെട്ടെന്ന് ഉണങ്ങും, എന്നാലും ചെറുതായിട്ട് ഡ്രയർ വെച്ചിട്ട് ഉണക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നെ എനിക്ക് തോന്നി. പിന്നെ ഹെയർ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല, ഇതേപോലെ തന്നെ മുടി അഴിച്ചിട്ടിട്ടുകൊണ്ട് പോകാമെന്ന് കരുതി കേട്ടോ. മുടി ഉണങ്ങിക്കോട്ടെ എന്നും കരുതി. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ ഹെയർ കേളായിട്ടുണ്ട്. ഇനി ഇതുമ്പോൾ തൊട്ട് കളിച്ചാൽ ചിലപ്പോൾ നാശമാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സിമ്പിൾ മേക്കപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ, ഒരു അടിപൊളി ഒരു അമ്പലം ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.